ഹേ ഓൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. സോ 2024 ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാവിലെ എണീറ്റ് ഇപ്പോൾ റെഡി ആവുകൊണ്ടിരിക്കുകയാണ്. മുടി എങ്ങനെ കെട്ടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുടി കെട്ടി വയ്ക്കണോ അയച്ചു വയ്ക്കണോ എന്നൊക്കെയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ മുടി കെട്ടി വയ്ക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംഫർട്ട് ഉണ്ടാകത്തില്ല ട്രാവൽ ചെയ്യുമ്പോൾ. അങ്ങനെ എന്തായാലും ഞങ്ങളിപ്പോൾ മജസ്റ്റിക്കേക്ക് ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ഇവിടെ നിന്നൊരു 1.5 hour ഉണ്ടാവും. പിന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഒരു നേരമാവും അവിടെ എത്തുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെട്രോയ്ക്ക് വന്നേക്കാണ്. ഇവിടെ ഫ്രണ്ട് എത്തിയിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ പേര് അലീന എന്നാണ് കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ട്. ഈ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം പാടുപെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ എക്സിറ്റും അതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കൺഫ്യൂഷനായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് കബോൺ പാർക്കിലേക്കാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മെട്രോയിലൊക്കെ കയറി ഇനി നേരെ കബോൺ പാർക്കാണ് പോകുന്നത് ഫസ്റ്റ്. മജസ്റ്റിക്കിൽ നിന്ന് നമുക്ക് കബോൺ പാർക്കിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ മെട്രോ ഒക്കെ ഇറങ്ങി ഇനി നേരെ കബോൺ പാർക്കിലേക്ക് നടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും അതുപോലെ കുറേ മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ ഫാമിലീസൊക്കെ ഇങ്ങനെ പിക്നിക്കൊക്കെ പോലെ ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെന്താ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കാനൊക്കെ ആയിട്ടൊരു വൈബായിരിക്കും. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ അതങ്ങനെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഓരോ മോളിൽ പോവാണ്. നമ്മൾ ഫുഡൊന്നും ഉച്ചത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടയേർഡുമായിരുന്നു. അതുകൊണ്ട് ഇനി മോളിൽ പോയിട്ട് നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാമെന്നുള്ള രീതിക്ക് അങ്ങനെ ഇപ്പോൾ അടുത്ത മെട്രോയിൽ നമ്മൾ കയറിയിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ മുകളിൽ വന്നിട്ടുണ്ട്. മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഷോപ്പൊക്കെ കറങ്ങിയിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത ഫ്ലോറിലേക്ക് പോകാറുള്ളൂ. ഇത് ഞങ്ങൾ ആദ്യം തന്നെ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനവിടെ സീറ്റൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ അവർ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവരെന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ പോപ്കോണും പിന്നെന്താ വിങ്സ് അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ചീസി ചിക്കനോ അങ്ങനെ എന്തൊക്കെയോ പേരുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സംഭവം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ട് അങ്ങനെ കഴിച്ചു. പാർക്കിൽ അത്യാവശ്യം നടന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം ആ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിങ്ങനെ കഴിച്ച് തീർക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് എനർജി ആയത് തന്നെ. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ എണീറ്റപ്പോഴേക്കും ഒരു നൈറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ലൈറ്റ്സൊക്കെ ഓണായിട്ട് നല്ല അടിപൊളി രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ബസ്സിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ലൈറ്റ്സൊക്കെ ആയിട്ട്. പിന്നെ നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഈ ഒരു ലേക്കിൻ്റെ ഒരു സെറ്റപ്പ്. ഗിഫ്റ്റ് ബോക്സൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിക്ക് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു കളർ തീമും ലൈറ്റ്സൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു ന്യൂ ഇയർ മൂഡിലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഷോപ്സൊക്കെ ആയാലും നല്ല രസമാണ്. ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല അടിപൊളിയാണ്. കുറേ നേരം നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോസ് എടുക്കാനും അങ്ങനെ ഒരു മൊത്തത്തിലൊരു
എന്താ പറയുക, നല്ലൊരു എൻജോയ്മെൻറ്റിലായിരുന്നു എല്ലാവരും ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മളെന്തായാലും അത്യാവശ്യം ഒരു നേരം ആയപ്പോഴേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഫോണിലെ ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു 2024 ഒരു ലാസ്റ്റ് ഡേ. പിന്നെന്താ, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇത്രയായാലും ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.